കുഴപ്പുനീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കൊല്ലം കൊട്ടാരക്കര സ്വദേശി അമൃതരാജിന്റെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് ബന്ധുക്കൾ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നീതു എന്ന യുവതിക്ക് വിരലുകൾ നഷ്ടമായതിൽ ആരോപണം നേരിടുന്ന അതേ ക്ലിനിക്കിലായിരുന്നു അമൃതരാജിനും ശസ്ത്രക്രിയ. കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ ഗുരുതരാരോപണങ്ങൾ അമൃതരാജിന്റെ വീട്ടുകാർ ഉന്നയിക്കുകയാണ്. 24 എക്സ്ക്ലൂസീവ്. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. അന്ന് വൈകിട്ട് തന്നെ പ്രശ്നമായി. വയറ് വല്ലാതെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ ബിബ്ലേഷനെ വിളിക്കുന്നു. പുള്ളിക്കാരൻ പറയുന്നത് ഇത് സർജറിയുടെ ഭാഗമായിട്ടുള്ള പെയിനാണ്. അപ്പോൾ ആ പെയിൻ കുറച്ചൊക്കെ സഹിക്കണം, ഉപ്പിട്ട കഞ്ഞോളം കുടിച്ചാൽ മതി, അപ്പോൾ ഈ പ്രശ്നം കുറേയൊക്കെ അങ്ങ് മാറും. അപ്പോൾ പറഞ്ഞു വയറ് പെരുകുന്നുണ്ട്, അത് ഗ്യാസിന്റെ, അതൊരു ഗ്യാസ് ട്രബിൾ പോലെ അതിന്റെ മെഡിസിൻ മേടിച്ച് ലോക്കൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ മതി, പെയിന് ഡോളോ കഴിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ, ഇതിന് മരുന്ന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എന്ന്. 830 ml കൊഴുപ്പ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 830, അതായത് 8 ലിറ്റർ കൊഴുപ്പ് ഒരാളുടെ ബോഡിയിൽ നിന്ന് ഒരു ദിവസം എടുത്താൽ അയാൾ മരിച്ചു പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയ. എനിക്ക് അത്യാവശ്യം എന്റെ അറിവില് ഇല്ല, നീതി ലഭിച്ചിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നതിന് ശേഷം എന്ന് വേദനയാണെന്ന് പറഞ്ഞ് മുറി അടച്ച് കിടക്കുമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ പറയും ഒന്നുമില്ല അമ്മ, അങ്ങ് പോയിക്കോ, എനിക്കൊന്നുമില്ല. അന്ന് മുതൽ വേദനയാണെന്ന് പറഞ്ഞിരുന്നപ്പോൾ 2 ആശുപത്രി പോകാൻ പറഞ്ഞാലും പോകത്തില്ല. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ആദ്യമൊക്കെ വേദന കാണുമെന്ന് പറഞ്ഞു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കിടന്നതായിരുന്നു. സുജിത് സുരേന്ദ്രൻ വാർത്തയുടെ ചേർന്നു. സുജിത്ത്, ഇപ്പം നമ്മൾ എന്താണ് വലിയ വെയിലത്തു നിന്നൊക്കെ വീട്ടിൽ കയറി വരുമ്പം ഉപ്പിട്ട ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ചാൽ ഗംഭീരമാണ്. പക്ഷെ അത് ഈ പറയുന്ന പ്രധാനപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം അത് മരുന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടികിട്ടുന്നില്ല. പരിപാടി എന്താണ് സുജിത്ത്? അശ്വി, ഇതൊക്കെ തന്നെയാണ് ഈ വീട്ടുകാരും പറയുന്നത്. കാരണം ഒരു മെഡിക്കൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് IMA അധികൃതർ ഇതിനെ എഴുതിത്തള്ളാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് വീട്ടുകാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അമൃതരാജ് ചികിത്സാ പിഴവ് മൂലം തന്നെയാണ് മരണപ്പെട്ടത്. കൂടാതെ ആശുപത്രിയിൽ ലഭിച്ച ചികിത്സയിൽ ഉണ്ടായ പിഴവിനൊപ്പം തന്നെ മികച്ച ചികിത്സ നൽകുന്നതിൽ ഉണ്ടായ പിഴവ്, ഈ 2 കാര്യങ്ങളാണ് വീട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കാര്യങ്ങൾ, അതായത് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതിനു ശേഷം അമൃതരാജിനുണ്ടായ അസ്വസ്ഥതകൾ കൃത്യമായി ആശുപത്രിയിലെ ചികിത്സ നൽകിയ ഡോക്ടറെ അറിയിച്ചു. എന്നാൽ ഇതിനെ വലിയ രീതിയിൽ കാര്യമാക്കാതെ ഈ അശ്വി പറഞ്ഞതുപോലെ തന്നെ കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി, ഗ്യാസിന്റെ ഗുളിക കഴിച്ചാൽ മതി, വേദന മാറാൻ ഡോളോ കഴിച്ചാൽ മതി എന്നൊക്കെയാണ് ആശുപത്രി അധികൃതർ ഈ അമൃതരാജിനോട് പറഞ്ഞത്. വേദന കലശലായപ്പോഴാണ് അമൃതരാജ് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിയത്. അതിനുശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടുത്തെ ICU എന്ന് പറയുന്നത് ഒരു കാർഡ്ബോർഡ് കഷ്ണങ്ങൾ വെച്ച് മറച്ച ഒരു മുറിയായിരുന്നു എന്നാണ് ഈ അമൃതരാജിന്റെ സഹോദരൻ പറയുന്നത്. ഈ വളരെ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായി, ഒപ്പം തന്നെ കൃത്യമായ ചികിത്സ ലഭ്യമാക്കാതിരുന്നു. ഇതൊക്കെ തന്നെയാണ് മരണ കാരണമെന്ന് പറയുന്നു. നീതുവിന് ചികിത്സ നൽകിയ അതേ ആശുപത്രിയിൽ തന്നെ നീതുവിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ ഈ അമൃതരാജിനോടും പറഞ്ഞിരുന്നതെന്നാണ് അമൃതരാജിന്റെ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഈ വിഷയം ഉയർത്തി കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വീട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത്. IMA ഈ വിഷയത്തിൽ ഈ അമൃതരാജിനെ ചികിത്സിച്ച ഡോക്ടറെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. മെഡിക്കൽ റിപ്പോർട്ട് ഒക്കെ തന്നെ ഈ ഡോക്ടർക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. 3 വർഷമെടുത്തു ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വരാൻ തന്നെ എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. കൂടാതെ ഈ IMAയുടെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ ആശുപത്രിയെ സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇനിയൊരു നീതുവോ അമൃതരാജോ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ നിയമ നടപടികളുമായി പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതുകൊണ്ട് നീതുവിന്റെ കേസിൽ കക്ഷി ചേരാനും ഒപ്പം തന്നെ പ്രത്യേകം കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അമൃതരാജിന്റെ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. ഹാഷ്മി. ഓക്കെ, സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയ. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.